മാധ്യമങ്ങളെ വിളിച്ചു ചേർത്ത് ഇടതുപക്ഷവും ശിവൻകുട്ടിയും പറയണ്ടേ SDPയുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇല്ലേ എന്ന് ഈ അവസരത്തിൽ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തേ പറയാത്തത്? ഇപ്പോ വെൽഫെയർ പാർട്ടി ഒരു പരിപാടി നടത്തി. ഇവിടെ പേരാമ്പ്രയിലെ UDFന്റെ സ്ഥാനാർത്ഥിയെ പങ്കെടുപ്പിച്ച ഒരു പരിപാടി നടത്താൻ വേണ്ടി ഇന്നലെ തീരുമാനിച്ചിരുന്നു. ആ പരിപാടിയിൽ വളരെ തന്ത്രപരമായി മെയ്വഴക്കത്തോടുകൂടി UDFന്റെ സ്ഥാനാർത്ഥി ഇന്നലെ ആശുപത്രിയിലേക്ക് പോയി രക്ഷപ്പെട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഈ വെൽഫെയർ പാർട്ടിയുടെ വേദിയിൽ ഈ സ്ഥാനാർത്ഥി ഇരിക്കുന്നത് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് മുഴുവൻ പ്രചരണത്തിൽ വരുമെന്ന് കണ്ടുകൊണ്ടാ. പ്രിയമുള്ളവരെ, ഞാൻ വെല്ലുവിളിയായിട്ട് ഈ കൈവേലി അങ്ങാടി വെച്ച് പറയാൻ ആഗ്രഹിക്കുക, ചങ്ങരോത്ത് പഞ്ചായത്തിലെ വെൽഫെയർ പാർട്ടിയും ഇടതുപക്ഷവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ചങ്ങരോത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വെൽഫെയർ പാർട്ടിയും അതേപോലെ തന്നെ ഇടതുപക്ഷവും ഒന്നിച്ച് മത്സരിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ പറ, 3 സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് നീക്കി വെച്ചുകൊണ്ടായിരുന്നില്ലേ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിൽ ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഇടതുപക്ഷം മത്സരിച്ചത്? ഇനി നിങ്ങള് മഞ്ചേശ്വരത്തേക്ക്, വടക്കേറ്റത്തുള്ള മഞ്ചേശ്വരത്തേക്ക് പോകും. അവിടെ ഞങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ മത്സരിക്കുക. അവിടെ ഒരു SDPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥി 26-ാം തീയതി പിൻവലിച്ചു പത്രിക. എന്തേ പിൻവലിക്കാൻ കാരണം പറഞ്ഞത്? ആ സ്ഥാനാർത്ഥി പറയുക, ഇവിടുത്തെ UDFന്റെ നേതാക്കന്മാർ, മത നേതാക്കന്മാർ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു, മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ മത്സരരംഗത്ത് പിന്മാറണമെന്ന്. പ്രിയമുള്ളവരെ, തരാതരം പോലെ SDPI, PFI, വെൽഫെയർ പാർട്ടി, PDP എന്നീ വർഗീയ ഉന്മൂലന ശക്തികളെ, വിഘടനവാദികളെ തരാതരം പോലെ ഓരോ മണ്ഡലങ്ങളും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യം പുറത്തു വരാതിരിക്കാനാണ് ഈ ഇല്ലാത്ത ഡീലിനെ പറ്റിയുള്ള ചർച്ചയുമായി ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ കൈവേലി അങ്ങാടിലെ സാധാരണക്കാരായ വോട്ടർമാരും മനസ്സിലാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും നിങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ളത്. പ്രിയമുള്ളവരെ, എന്താ യഥാർത്ഥത്തിൽ ഈ കേരളത്തിന്റെ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്? കേരളത്തിലെ വികസന സാധ്യതകളെ കുറിച്ചല്ലേ? ഇനി വരാൻ പോകുന്ന 5 വർഷം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ വികസന സാധ്യതകളാണ് ഞങ്ങൾ തുറന്നിടുക, എന്തൊക്കെ വികസനങ്ങളാണ് ഞങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരിക എന്നല്ലേ ഇരു മുന്നണികളും ചർച്ച ചെയ്യേണ്ടത്? അത് മാത്രമല്ല, നിലവിലുള്ള സാഹചര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? നമുക്കൊന്ന് നോക്കാം. ചെറുതായിട്ടാണെങ്കിലും സമയം കുറവായതിനാൽ അല്പസമയം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു സംസ്ഥാനം, ഒരു രാജ്യം, ഒരു പ്രദേശം പുരോഗമിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന മേഖലയായ കൃഷിയും വ്യവസായവും പുരോഗമിക്കണം. ഞങ്ങളിവിടെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. കേരളം എന്ന പേര് തന്നെ ഈ നാട്ടിന് വന്നത് കേരവൃക്ഷങ്ങൾ നിറഞ്ഞ നാടായതുകൊണ്ടാ. ഇപ്പോഴും നമ്മൾ കുറ്റ്യാടി എന്നൊക്കെ പറയുമ്പോ കേരളത്തിന്റെ ഏത് ഭാഗത്ത് പോയി പറഞ്ഞാലും നമ്മളോട് ആദ്യം ചോദിക്കുക കുറ്റ്യാടി തേങ്ങയെ പറ്റിയ. തിങ്ങുന്ന കേരള നാടാണിത്. മനോഹരമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന, 6 മാസം മഴയും 6 മാസം വെയിലും ലഭിക്കുന്ന, 44 നദികളാൽ സമ്പുഷ്ടമായ, ആയിരക്കണക്കിന് സസ്യ വൈവിധ്യങ്ങളാൽ, ജന്തുജാലങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന മനോഹരമായ പ്രദേശമായതുകൊണ്ടാണ് ഈ നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണം പോലും ലഭിച്ചത് എന്ന് നാം മനസ്സിലാക്കുക. ആ നാട്ടിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഞാൻ ചോദിക്കട്ടെ, 10 വർഷത്തെ ഭരണ മികവിനെ പറ്റിയൊക്കെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തോടും 15 വർഷമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന EK വിജയൻ എന്ന CPI നേതാവോടും ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എടുത്തു പറയാൻ പറ്റിയ, ഇത്തരം ഒരു പൊതുയോഗത്തിൽ എടുത്തു പറയാൻ പറ്റിയ എന്ത് നേട്ടമാണ് ഈ മണ്ഡലത്തിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് തുറന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവട്ടെ. പ്രിയമുള്ളവരെ, 1956 നവംബർ മാസം 1-ാം തീയതിയാ ഈ കേരളം ഉണ്ടായത്, രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷം 1957 ഏപ്രിൽ മാസം 5-ാം തീയതി EMS മന്ത്രിമാരും കൂടി ചേർന്നുകൊണ്ട് തുടങ്ങിയ ഭരണം ഇപ്പോ ഇത് 2026 ഈ ഏപ്രിൽ മാസം 4-ാം തീയതി എത്തി നിൽക്കുമ്പോ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ തന്നെയാ ഉള്ളത്. ഈയിടയ്ക്ക് കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള
മാറ്റങ്ങളെ, പുരോഗതിയെ ഒന്ന് വിശദീകരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും തയ്യാറാവണം. UDF ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മാറി മാറി 5 വർഷം കൂടുമ്പോ ഇവരും ഭരിച്ചിട്ടില്ലേ ഇവിടെ? ഞാൻ ചോദിക്കട്ടെ, കേര കർഷക രംഗത്ത്, തെങ്ങി കൃഷി രംഗത്ത് ഇവർ വരുത്തിയ മാറ്റം എന്താ? പ്രിയമുള്ളവരെ, ഈ നാട് കേരളം തെങ്ങിന്റെ പേരിൽ അറിയപ്പെട്ട നാട്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിച്ചിരുന്ന സംസ്ഥാനം ഏതാ? ഈ കേരളമായിരുന്നില്ലേ? ഈ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണോ? ആണോ? ആന്ധ്രാപ്രദേശാണ്, തമിഴ്നാടാണ്, കർണാടകമാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനമേ ഇന്ന് കേരളത്തിലുള്ളൂ. ഈ ഗതികേടിലേക്ക് ഈ കേരളത്തെ എത്തിച്ചതാരാ? പ്രിയമുള്ളവരെ, നമുക്കറിയാം, ലോകത്തെ ഏറ്റവും മഹത്തരമായ ഒരു ഫലമാണ് നാളികേരം എന്ന തേങ്ങ. ആ തേങ്ങ ഉപയോഗിച്ച് ഏതാണ്ട് 56ഓളം മൂല്യവർദ്ധിത വസ്തുക്കൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 56ഓളം മൂല്യവർദ്ധിത വസ്തുക്കൾ. തെങ്ങിന്റെ അടി മുതൽ മുടി വരെ, വേര് മുതൽ ഏറ്റവും അവസാനം തേങ്ങ ഉരിച്ചാൽ കിട്ടുന്ന ചകിരി വരെ ഉപയുക്തമാണ്. അതുപയോഗിച്ച് നിരവധി വസ്തുക്കൾ ഉണ്ടാക്കാനും ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇവിടെ ഇതുവരെ ഭരിച്ച ഈ സർക്കാരുകൾ, മാറി മാറി ഭരിച്ച സർക്കാരുകൾ, ഈ രംഗത്ത് ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം കൊണ്ടുവരാൻ ഈ കേരളത്തിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ചൂണ്ടിക്കാണിക്കുക. നമ്മൾ ഈ നാളികേര കോംപ്ലക്സിനെ പറ്റി, കുറ്റ്യാടിയിലെ നാളികേര കോംപ്ലക്സിനെ പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എന്റെ അനുഭവത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30 വർഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇലക്ഷൻ എടുത്തപ്പോ നമ്മുടെ കുഞ്ഞമ്പതിക്കുട്ടി മാഷ് ഒരു മന്ത്രിയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അത് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയതാ. അവിടെ നിന്ന് ഒരു റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, ഒരു ഫലകവും നാട്ടിയിട്ടുണ്ടെന്നല്ലാതെ ഒരു പുരോഗതിയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്, അടുത്ത വർഷവും ഇടതുമുന്നണി ഇവിടെ മത്സരിക്കുന്ന സമയത്ത്, അടുത്ത 5 വർഷം കഴിഞ്ഞ് മത്സരിക്കുന്ന സമയത്തും അവരുടെ പ്രകടന പത്രികയിൽ ഇത് ഉണ്ടാവും. കാരണം ഇത് നടപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണം ഹിമാചൽ പ്രദേശിലേതാണ്. ഹിമാചൽ പ്രദേശിൽ കേവലം 2 ജില്ലകളിലെ ആപ്പിൾ വിളയുന്നത്. ആ ആപ്പിൾ ഉപയോഗിച്ച് 33 തരത്തിലുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ ഉപയോഗിച്ച് വിദേശ മാർക്കറ്റിൽ കയറ്റി അയച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് തൊഴിലാളികളെയും കർഷകരെയും സംരക്ഷിക്കുന്ന നടപടിയുമായി ഹിമാചൽ പ്രദേശിലെ ദീർഘവീക്ഷണമുള്ള ഗവൺമെന്റുകൾ മുന്നോട്ട് പോയപ്പോഴാണ് ആ ഹിമാചൽ പ്രദേശ് വികസനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിയത്.